ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 89. ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ അനല ദർപ്പഃ ദർപ്പദോ ദൃപ്തോ ദുർധരോധാ പരാജിത. ഹരി ഓം. ഹരി ഓം. 708 നാമം ഭൂത ആവാസഃ. എല്ലാ ഭൂതങ്ങൾക്കും ആവാസസ്ഥാനം, ഒരു വാസസ്ഥാനമായവൻ, ഈ ജഗത്തായിരിക്കുന്നതും ഭഗവാനാണ്. അപ്പോൾ എല്ലാ ഭൂതങ്ങൾക്കും ആവാസസ്ഥാനമായിരിക്കുന്നതും ആരാണ്? ഭഗവാൻ തന്നെ എന്നതിനാൽ ഭൂതാവാസഃ. 709 നാമം വാസുദേവ. ഇവിടെ വസു എന്നതിന് മറക്കുക എന്നൊരർത്ഥം ഉണ്ട്. അങ്ങനെ മായ കൊണ്ട് ഈ ജഗത്തിനെ മറക്കുന്ന ദേവൻ എന്നർത്ഥത്തിൽ വാസുദേവ. 710 നാമം സർവ അസു നിലയ. സർവാസു നിലയ. അസു എന്നാൽ പ്രാണൻ, സർവരുടെയും പ്രാണങ്ങൾക്ക് നിലയമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ സർവാസു നിലയ. 711 നാമം അനലഹ. ഒന്നിലും അലംഭാവമില്ലാത്തവൻ. സാധാരണ എല്ലാം തികഞ്ഞു എന്ന് തോന്നുമ്പോൾ ഇനി ഇത്രയൊക്കെ മതി എന്ന് തോന്നുന്ന സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ ചിന്തയുണ്ട്. അതില്ലാതെ എപ്പോഴും ഊർജസ്വലനായിരിക്കുന്നവൻ എന്നതിനാൽ, കാരണം എപ്പോഴൊക്കെ ധർമ്മത്തിന് ഒരു ഗ്ലാനി സംഭവിക്കുമോ അപ്പോഴൊക്കെ ഭഗവാൻ വന്നിട്ടുണ്ട്. പല അവതാരങ്ങളെടുത്ത് പല ഗുരുക്കന്മാരുടെ രൂപത്തിൽ ഭഗവാൻ വന്നിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും ഊർജസ്വലനായിട്ട് ആ ഒരു ജാഗരൂകനായിട്ടിരിക്കുന്ന ഭഗവാൻ എന്നർത്ഥത്തിൽ അനലഹ. 712 നാമം ദർപ്പഃ. അധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ആ അഹങ്കാരത്തെ കളഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ധർമ്മത്തെ സംസ്ഥാപനം നടത്തുന്നത്. അങ്ങനെ ദർപ്പത്തെ, അധർമ്മികളുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു എന്നതിനാൽ ദർപ്പഃ. 713 നാമം ദർപ്പദഃ. അധർമ്മികളുടെ ദർപ്പത്തെ ഇല്ലാതാക്കുന്ന അതേ ഭഗവാൻ ധർമ്മികളായവർക്ക് ഒരു ധൈര്യം, നിർഭയത്വം അവർക്ക് ഭഗവാൻ കൊടുക്കാറുണ്ട്. കൊടുക്കുക എന്ന് വെച്ചാൽ ഭഗവാനിൽ അനന്യമായ ഭക്തി ഉണ്ടാകുമ്പോൾ ഈ ഒരു നിർഭയത്വം ഉണ്ടാകും. അതിനെയാണ് ഇവിടെ ദർപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്നവൻ എന്നതിന്, എന്തിന് എനിക്ക് ഭഗവാൻ ഉണ്ട്. എന്താണ് പ്രഹ്ലാദന്റെ കഥ നമുക്ക് കാണിച്ചു തന്നത്. 5 വയസ്സുള്ള ബാലൻ സ്വന്തം അച്ഛനാൽ പലതരത്തിലും പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ടും ധൈര്യപൂർവം എവിടെ നിന്റെ ഹരി, എവിടെ നിന്റെ നാരായണൻ എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഇവിടെയുണ്ട്, ഈ തൂണിലുമുണ്ട് എന്ന് ധൈര്യപൂർവം പറഞ്ഞ ആ ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ. ഇത് കണ്ട് അത്യധികമായ കോപത്തോടുകൂടി നിനക്ക് എവിടെ നിന്നാണ് ഈ ബലം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാനാണ് എൻ്റെ ബലം എന്ന് ധൈര്യപൂർവം പറഞ്ഞ ആ പ്രഹ്ലാദൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇതാണ്. ഭഗവാനിൽ അനന്യ ഭക്തിയുണ്ടെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം നമുക്കുണ്ടാകും. കാരണം ഭഗവാൻ നമുക്ക് തരുന്നതാണ് അത്. ദർപ്പദഃ. ആ ഒരു ധൈര്യത്തെ ഭഗവാൻ നമുക്ക് തരുന്നു. 714 നാമം ദൃപ്തഃ. ഇവിടെ ദൃപ്തഃ എന്ന് വെച്ചാൽ മതി മറക്കുക. പരമാനന്ദാമൃത രസത്തിൽ അങ്ങനെ ആസ്വദിച്ച് അതിൽ മതിമറക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ദൃപ്തഃ. 715 നാമം ദുർധരഃ. ഭഗവാന്റെ ആ ഒരു സാന്നിധ്യത്തെ, ഭഗവാൻ കൂടെയുണ്ട് എന്ന ആ ഒരു അനുഭവം പല ഭക്തർക്കും ഉണ്ടാകും. അതുണ്ടായിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിലേ അയാൾ ഭക്തനാകുന്നുള്ളൂ. എന്നാൽ പോലും ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമുക്ക് അത്ര പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉറപ്പിക്കാൻ സാധ്യമല്ല. അതാണ് ദുഃഖേന പ്രയാസപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ധരിക്കപ്പെടാൻ സാധിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ദുർധരഃ. 716 നാമം അപരാജിതഃ. ആരാലും തോൽപ്പിക്കപ്പെടാത്തവൻ. ആന്തരികമായ മനസ്സിന്റെ ശത്രുക്കളാണ് രാഗം, ദ്വേഷം, മതം, മാത്സര്യം ഇവയൊക്കെ. അതിനാലും ഭഗവാനെ തോൽപ്പിക്കാൻ സാധ്യമല്ല. ഇനി ബാഹ്യമായിട്ടുള്ള അസുരാദികളാലും തോൽപ്പിക്കാൻ സാധ്യമല്ല എന്നതിനാൽ ഭഗവാൻ അപരാജിതഃ. ഹരി ഓം.